സബ് RTO ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാജ RC നിർമ്മിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. ഇന്നലെ രാവിലെ 10 മണിയോടെ ഓഫീസിലെത്തിയ ജോയിന്റ് RTO CP സക്കരിയയെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ യൂത്ത് ലീഗ് പ്രവർത്തകർ കവാടത്തിൽ തടയുകയായിരുന്നു. ഓഫീസിന്റെ വാതിൽ പൂട്ടി പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മുദ്രാവാക്യവും പ്രസംഗവുമായി ഏറെ നേരം കഴിഞ്ഞ ശേഷമാണ് തിരുരങ്ങാടി പോലീസ് സ്ഥലത്തെത്തിയത്. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തിരുരങ്ങാടി പോലീസ് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഈ പരാതി കിട്ടിയിരുന്നു. വ്യാജ RC നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ RC നിർമ്മിക്കപ്പെട്ടു എന്ന് ജോയിന്റ് RTO പരാതി നൽകിയിരുന്നു. ഇതുവരെ കേസെടുക്കാനോ തുടർന്നുള്ള അന്വേഷണം നടത്താൻ പോലും പോലീസ് തയ്യാറായിരുന്നു. 7 വാഹനങ്ങളുടെ നമ്പറുകൾ സഹിതമാണ് RTO ഓഫീസർ പരാതി നൽകിയിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ കുറേ സമയമായിട്ട് RTO ഓഫീസർ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇടപെടണം എന്നായിരുന്നു ഞങ്ങൾ ആവശ്യം. പക്ഷേ തൽക്കാലം പോലീസ് കൃത്യമായി അന്വേഷണം ഇന്ന് തന്നെ നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്യുന്നതോടെ വകുപ്പ് തല അന്വേഷണം നിർബന്ധമായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വിനോദ് സാർ, തിരുരങ്ങാടിയിലെ SI ആണ്, വിനോദ് സാറാണ് ഞങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് വന്നിട്ട് ചർച്ച നടത്തി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം, ഇവിടുത്തെ സമരം അവസാനിക്കുന്നത്. ഇൻ കേസ് ഇതിൽ നടപടി ഉണ്ടായില്ലേ, നാളെ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഞങ്ങൾ കുത്തിരിപ്പ് സമരം നടത്തും. നാളെ രാവിലെ തന്നെ അതിനുള്ള പ്രഖ്യാപനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഫേസ്ലെസ് ആയിട്ട് വന്നത് അപേക്ഷയിൽ OTP വരാതെ എന്തോ മാർഗത്തിൽ, സോഫ്റ്റ്വെയർ എന്തോ മാർഗത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് അപ്ഡേഷൻ നടത്തി കൊടുക്കുകയോ OTP വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് OTP വരാതെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അതിന് കണ്ടെത്താൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. വകുപ്പ് തലത്തിലുള്ള അന്വേഷണം ട്രാൻസ്പോർട്ട് കമ്മീഷണറല്ലേ അവരെ അറിയിക്കും. മൊത്തം എത്ര പരാതികളുണ്ട് കണ്ടെത്തിയ അപാകത? അപാകത ഒരു പരാതി ഓഫീസിന്റെ ഫോണിലൂടെ വന്നത്. കൂടുതൽ നമ്മൾ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോൾ 6ഓളം കേസുകൾ വീണ്ടും കിട്ടുകയില്ല. അത് ഉടനെ തന്നെ അതും പോലീസ് സ്റ്റേഷന് കൈമാറുക ചെയ്തത്.
സാധാരണ ഈ OTP അതായത് ഫോൺ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഫോണിലേക്കല്ലേ വരാറുള്ളത്? അതെ. പിന്നീട് ഫോൺ നമ്പർ മാറ്റിയതായിട്ട് കാണുന്നുണ്ട്. ഇല്ല, ഫോൺ നമ്പർ മാറ്റിയത് കണ്ടിട്ടില്ല. ഫോൺ നമ്പർ മാറിയിട്ടില്ല. ഇത് OTP വരാതെ എന്തോ മാർഗത്തിൽ ചെയ്തിരിക്കുന്നത്. അത് എന്ത് മാർഗത്തിലാണെന്നുള്ള കണ്ടുപിടിക്കണം. സോഫ്റ്റ്വെയറിൽ കൃത്രിമം നടത്തിയെന്നുള്ളതാണ്. കൃത്രിമ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ SSC സെല്ലിനെ അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ വേറെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ അറിയില്ല, നമുക്ക് അറിയില്ലല്ലോ. നമ്മളിവിടുത്തെ ഇവിടെ ഓഫീസിൽ വന്ന രീതി ഇവിടെ വന്നതാണ് നമ്മൾ കണ്ടുപിടിച്ച് വേറെ ഇവിടെ കണ്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. മറ്റത് ഈ പുതിയ അപേക്ഷയൊന്നും തന്നെ വന്നിട്ടുണ്ട്. എല്ലാ അപേക്ഷയും ഫേസ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്. ഈ 7 അപേക്ഷയും ഫേസ്ലെസ്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നടന്ന സംഭവം ഓഫീസിലേക്ക് ഒരു നമ്പർ വെച്ച് ഒരു കോള് വന്നു. ആ നമ്പർ ഒരു ട്രാൻസ്ഫർ നടന്നത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നു. ആ നമ്പർ പരിശോധിച്ചപ്പോൾ അതിൽ ചില അപാധകളുണ്ട്. അത് ഫേസ്ലെസ് ആയിട്ടുള്ള അപേക്ഷയാണ്. OTP വരാതാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കി. അപ്പോൾ അതിനെതിരെ അപ്പം തന്നെ അന്ന് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടി. ഇത് കൂടുതൽ നമ്മൾ പരിശോധിച്ചപ്പോൾ 6ഓളം കേസുകൾ വീണ്ടും കിട്ടി. ഉടനെ തന്നെ പോലീസിൽ അതിൻ്റെ വണ്ടി നമ്പറും എല്ലാം വെച്ച് പോലീസിനത് കൈമാറും ചെയ്തു. ഈ വിവരം കേസെടുത്തെന്നുള്ള കാര്യം പറഞ്ഞത്. ഈ വിവരം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നടപടിക്ക് ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട്. SSC സെല്ലിനും അറിയിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലെ SSC സെല്ലിനും അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഉടനെ തന്നെ നടപടി എടുക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് വിവരം കിട്ടിയത്. ഇത് പരാതി ഇവിടെ ഓഫീസിൽ കണ്ടുപിടിച്ച് പരാതി നൽകിയത് തിരൂരങ്ങാടി ഓഫീസിൽ നിന്നാണ്. എന്നിട്ട് തിരൂരങ്ങാടി ഓഫീസിനെതിരെ തന്നെ പരാതി പറയുന്നത് ശരിയില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. തിരൂരങ്ങാടി ഓഫീസറും തിരൂരങ്ങാടി ഓഫീസിലെ സ്റ്റാഫുകളാണ് ഇത് കണ്ടുപിടിച്ച് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിരിക്കുന്നത്. അത്രയും പറയാനുള്ളൂ. യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെയുള്ള ഈ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ഇതുമായി ധീരമായി മുന്നോട്ട് പോകുമെന്നും ഈ നാട്ടുകാരെയും ആരെങ്കിലും ഒക്കെ ഉറങ്ങിക്കിടന്നുകൊണ്ട് ഇവിടെ വ്യാജമായി നിർമ്മിച്ചു നൽകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് മുസ്ലിം യൂത്ത് ലീഗ് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമരത്തിലേക്ക്, ഈ ഉപരോധത്തിലേക്ക് യൂത്ത് ലീഗിന്റെ മുഴുവൻ നേതാക്കളെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയങ്കരനായ മണ്ഡലം